ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്ക പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഈ ചക്ക ചുള ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ല ചൂടായിരിക്കണം എണ്ണ. അപ്പം നമുക്കതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചക്ക പൊരി ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനുസരിച്ച് കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് ഇടുക. അപ്പം നമ്മളെ ചക്കയും മുളകും കറിവേപ്പിൻ്റെലൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്ന നേരത്ത് കുറച്ച് ഉപ്പുവെള്ളം കലക്കി വയ്ക്കുക. ഉപ്പുവെള്ളമാണ്. അപ്പം നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും. ആ സൗണ്ടൊക്കെ നല്ലോണം മാറിയിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം പൊട്ടിപ്പോയിട്ട് വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴേ, അതായത് എണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോഴേ പിന്നെ നമ്മൾ തീ നല്ലോണം കൂട്ടിയിടാൻ നോക്കുക. പിന്നെ തീ കുറക്കുന്നത് ഈ ഒരു മുരിഞ്ഞ് വരുന്ന സമയം, അതായത് ഒരു പരപരാ സൗണ്ട് വരും. ആ ഒരു മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളകും കറിവേപ്പിൻ്റെ ഇല എന്തെങ്കിലും ഇടണമെങ്കിൽ അതിടാം. അത് നിർബന്ധമില്ല. പിന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഉപ്പുവെള്ളം പിന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇച്ചിരി ലൂസാക്കിയിട്ട് കലക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു ക്രിസ്പി വരുള്ളൂ നമുക്ക്. ഞാൻ പിന്നെ കുറച്ച് എണ്ണയിൽ കൂടുതൽ ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റേത് അത്ര പെർഫെക്റ്റ് ആവുമെന്നറിയില്ല. പക്ഷേ ഏതായാലും മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി അതിലത്തെ ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റിപ്പോണം. പിന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ആ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഭയങ്കര സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം വെള്ളമൊക്കെ പോയി. ആ ഉപ്പ് വെള്ളം ഒഴിച്ചതിൻ്റെ ഇതൊക്കെ മാറി ഉപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെ പിടിച്ച് എൻ്റെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അവൻ്റെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയും ശരിക്കും മൂക്കാത്ത പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇത് കോരിയെടുത്തിട്ട് കാണിക്കാം. നമ്മളിത് എല്ലാം കോരിയെടുത്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ കോരിയെടുക്കുമ്പോൾ പിന്നെ വീണ്ടും പൊരിക്കാനുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കുക, എന്നിട്ട് കോരിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കോരുക. അല്ലെങ്കിൽ ഇത്ര ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചക്കപ്പൊരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഈ ഉപ്പുവെള്ളം നമ്മൾ ഇച്ചിരി ലൂസാക്കിയിട്ട് ആ പൊരിക്കുമ്പോൾ അത് മൂത്ത സമയത്ത് ഒഴിച്ച് കൊടുത്താലേ ക്രിസ്പി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ പൊരിച്ച് കോരുമ്പോഴുള്ള ക്രിസ്പിയേ ഉണ്ടാവുള്ളൂ. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഭയങ്കര പഴം പോലെ ഇരിക്കും. അതായത് കുഴഞ്ഞ് ഒരു ഭയങ്കര ഇതായിരിക്കും. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.